നവരാത്രിന്റെ 5th ഡേ സ്കന്ദമാതാ ദേവീനെ ഡിനോട്ട് ചെയ്യാണ്. പേര് പോലെ തന്നെ നമ്മളുടെ സ്കന്ദൻ, അതായത് കാർത്തികേയന്റെ അമ്മയുടെ രൂപത്തിലാണ് ഇന്ന് ദേവീനെ പൂജിക്കുന്നത്. അതായത് പണ്ട് താരകാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനെ കൊല്ലാൻ ശിവജിയും പാർവതിമാന്റെ ഒരു കുട്ടീനെ ഫുൾ ക്രിയേഷൻ, അതായത് യൂണിവേഴ്സ് മൊത്തം കാത്തുക്കായിരുന്നു. അങ്ങനെ ശിവജിയും ശക്തിയും തപസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഉള്ളിൽ നിന്ന് തപസ്സിന്റെ ശക്തി കൊണ്ട് 2 റേസ് ഓഫ് ലൈറ്റ് വന്നിട്ട് ഒരു ഫയർ ബോൾ ആയിട്ട് മാറി. ഈ ഫയർ ബോളിന് എന്താ പറയാ, ശിവജി എന്ത് ചെയ്തു, അഗ്നിദേവനോട് പറഞ്ഞു ഈ ഫയർ ബോളിന് ഒരു വളരെ സേഫ് ആയിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ. അഗ്നിന്റെ ദേവനായിട്ടുള്ള അഗ്നിദേവന് പോലും ഈ ഫയർ ബോളിന്റെ ചൂട് സഹിക്കാൻ പറ്റിയില്ല. അപ്പം വഴിക്കുന്ന അഗ്നിദേവന്റെ കയ്യിൽ നിന്ന് ഈ ഫയർ ബോൾ ഗംഗയിലേക്ക് വീണു. ഗംഗക്കും ഈ ഫയർ ബോളിന്റെ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്തുള്ളൊരു വനം, അതായത് സരവണ വനം അല്ലെങ്കിൽ സർക്കന്ത എന്നും പറയും, സർക്കന്ത വനത്തിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ വെച്ചപ്പാട് തന്നെ ഈ ഫയർ ബോൾ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നു. ഈ കുട്ടീന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് കാർത്തിക എന്ന് പറഞ്ഞ 7 സ്റ്റാർസിന്റെ കോമ്പിനേഷനിൽ 6 സ്റ്റാർസിന് ഈ കുട്ടീനെ മദർ ചെയ്യണം, അതായത് ഫീഡ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ ഈ കുട്ടീനെ ഫീഡ് ചെയ്യാൻ വേണ്ടി 6 നക്ഷത്രങ്ങളും അടികൂടാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടി 6 തലകൾ വിരുത്തിച്ചു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ 6 ആൾക്കാർക്കും നഴ്സ് ചെയ്യാൻ പറ്റാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് പാർവതിമാ വന്നിട്ട് ഈ കുട്ടീനെ പാർവതിമാന്റെ കൂടെ കൈലാസത്ത് കൊണ്ടുപോയി. എന്താ പറയുക, കാർത്തികേയജി, അതായത് സുബ്രഹ്മണ്യനെ പല പേരുകളിലും അറിയും. കാർത്തികേയൻ, സ്കന്ദൻ, പിന്നെ സുബ്രഹ്മണ്യൻ, അങ്ങനെ പല പേരിലും അറിയും. അപ്പം ഇന്ന് കാർത്തികേയന്റെ അമ്മയായിട്ടാണ് ദേവീനെ പൂജിക്കുന്നത്.